ഹായ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മുടെ ഫിസിക്സിന്റെ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവാണ്. വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ് ക്ലാസ് 10ലുള്ള ഫിസിക്സ്. 7 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ പേരാണ് സൗണ്ട് വേവ്സ്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചാപ്റ്ററുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലീഡ്സ് അക്കാദമിയുടെ ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ സമയം കളയാതെ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സൗണ്ട് വേവ്സ്. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ പേര് സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങൾ. അപ്പൊ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ, വേവ്സും ശബ്ദവും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കാനുള്ള ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷനിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ചില മോഷൻസിനെ കുറിച്ച് ചോദിക്കാം. നിങ്ങൾ ഫെമിലർ ആയിട്ടുള്ള മോഷൻ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, നേർരേഖയിൽ സഞ്ചരിക്കുക. ഒരു കാർ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ നേരെ മൂവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും. പിന്നെ ഏതാ, സർക്കുലാർ മോഷൻ ഫെമിലർ ആയിരിക്കും. ഒബ്ജക്റ്റുകൾ വട്ടത്തിൽ കറങ്ങുന്നത്. പ്ലാനറ്ററി മോഷൻ, സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത് സർക്കുലാർ മോഷൻ അല്ലെങ്കിലും അത് എലിപ്റ്റിക്കൽ ആണെങ്കിലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, സർക്കുലാർ മോഷൻ ആണ്. പിന്നെ നൂലിനറ്റത്ത് കല്ല് കെട്ടിയിട്ട് കറക്കുക, സർക്കുലാർ മോഷൻ. അതുപോലെ നേച്ചറിൽ, പ്രകൃതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈൻഡ് ഓഫ് മോഷൻ ആണ് ഓസിലേറ്ററി മോഷൻ. ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാ, നമുക്കൊക്കെ അറിയാം, ഊഞ്ഞാലാടുന്നത്. ഊഞ്ഞാലാടുന്നത് നമുക്ക് ഭയങ്കര ഫെമിലർ ആയിരിക്കില്ലേ. ഊഞ്ഞാലാടുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓസിലേറ്ററി മോഷൻ. എന്താ സംഭവിക്കുന്നത് അവിടെ, ഒരു ഒബ്ജക്റ്റ് നോക്കി, ഈ ചൈൽഡ് എന്താ ചെയ്യുന്നത്, ഈ കുട്ടി എന്താ ചെയ്യണേ, ഊഞ്ഞാലില് മുന്നോട്ടും ബാക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമല്ലേ. ഈ കുട്ടി എന്താ ചെയ്യണേ, മുന്നോട്ടും ബാക്കോട്ടും. അതിനെ ടു ആൻഡ് ഫ്രോ എന്ന് പറയാ. ഒബ്ജക്റ്റുകൾ മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എന്താണ്, ഓസിലേറ്ററി മോഷൻ. അവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. എ പീരിയോഡിക് മോഷൻ വേർ ആൻ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. ചുമ്മാ ഒരു ഒബ്ജക്ട് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കണ്ടീഷൻ ഉണ്ട്. നോക്കാം, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ബോബ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബോബ്, ഒരു നൂലിനറ്റത്ത് ഒരു ബോബ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബോബിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോബ് ഒരു ഓസിലേറ്ററി മോഷൻ കാണിക്കും. അതായത് ഈ ബോബ് എന്താ ചെയ്യുക, എ എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തും, ബി എന്ന് പറഞ്ഞ പൊസിഷനും ഉണ്ടെന്ന് കരുതിക്കുക. ഈ ബോബിന് ഞാൻ എയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ റിലീസ് ചെയ്ത് കഴിയുമ്പോ ഈ ബോബ് ഇങ്ങോട്ടും അല്ലേ സഞ്ചരിക്കുക, ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എവിടെയാ പറഞ്ഞ ഇക്വിലിബ്രിയം പൊസിഷൻ, ഇതിനെ തുലന സ്ഥാനം എന്ന് പറയും. അതായത് ഈ ഒബ്ജക്റ്റിന് ഞാൻ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഫ്രീ ആയിട്ട് വിടുമ്പോ ആ ഒബ്ജക്റ്റ് എവിടെ ഉണ്ടാവുക, ഈ ഓ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ തുലന സ്ഥാനം എന്ന് പറയും. ഈ തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് എന്റെ ബോബ് മുന്നോട്ടും ബാക്കോട്ടും ഒഴുകുന്നതിനെയാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. അത് മാത്രമല്ല, റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം എന്നാണ്. അതായത് ഈ ബോബിനെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് ബിയിലോട്ട് പോയിട്ട് എയിലേക്ക് തിരിച്ചെത്താൻ 5 സെക്കൻഡ് എടുക്കുന്നെങ്കിൽ എപ്പോഴും അത് എയിൽ നിന്ന് ബിയിലോട്ട് പോയി വരാൻ എത്ര സമയം എടുക്കാൻ പാടുള്ളൂ, 5 സെക്കൻഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പോ ഈ ഇക്വിലിബ്രിയം പൊസിഷൻ, ഇതിനെയാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുക, അഥവാ തുലന സ്ഥാനം. ഇതിനെ ആസ്പദമാക്കിയിട്ട് ഒബ്ജക്റ്റ് മുന്നോട്ടും ബാക്കോട്ടും റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ എന്താ പറയുക, ഓസിലേറ്ററി മോഷൻ. കണ്ടോ, തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ മുന്നോട്ടും പിന്നോട്ടും ആവർത്തിക്കുന്ന ചലനത്തെ പറയുന്ന പേരാണെന്ത്, ഓസിലേറ്ററി മോഷൻ. ക്ലിയർ, ഓസിലേറ്ററി മോഷൻ എന്താണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിലെന്താ, തുലന സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദ റെസ്റ്റ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. ആ ഒബ്ജക്റ്റിന്റെ പെൻഡുലത്തിന്റെ റെസ്റ്റ് പൊസിഷൻ നോക്കിയേ. അതായത് റെസ്റ്റ് പൊസിഷൻ നോക്കിയേ, ഇതാണ് എന്റെ പെൻഡുലം. ഇതിന് ഫോഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ നോക്കിയേ, ഇതിങ്ങനെ ചുമ്മാ നിൽക്കുമല്ലേ. അപ്പൊ ഈ പൊസിഷനെ പറയുന്ന പേരാണ് എന്താണ്, ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതിനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ തുലന സ്ഥാനം. ഇതിനെ പറയുന്ന പേരാണ് തുലന സ്ഥാനം. ഇത്തരത്തിലുള്ള മോഷന്, ഓസിലേറ്ററി മോഷന് മലയാളമാണ് കേട്ടോ, ദോലനം എന്ന് പറയും. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ, ഫോഴ്സ് കൊടുക്കാതെ ചുമ്മാ ഇരിക്കും ഉണ്ടാവുന്ന പൊസിഷൻ. ഇനി ഇതിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് കണ്ടിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഊഞ്ഞാലിന്റെ കാര്യം പറഞ്ഞു, സ്വിങ്. നമ്മുടെ എക്സാമ്പിൾ ഏതാ വരിക, സ്വിങ്. ഓസിലേറ്ററി മോഷൻ എക്സാമ്പിൾ ആണ് സ്വിങ്, ഊഞ്ഞാൽ എക്സാമ്പിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പെൻഡുലം ക്ലോക്ക്.
പെൻഡുലം ക്ലോക്ക്. മലയാളത്തിൽ അതിനെ പെൻഡുലം ക്ലോക്ക് എന്ന് പറയും, ഇതിന് ഊഞ്ഞാൽ എന്ന് പറയും. ഊഞ്ഞാൽ. എന്താണ് ഈ പെൻഡുലം ക്ലോക്ക്? ആക്ച്വലി എന്താണ് ഈ പെൻഡുലം ക്ലോക്ക്? നോക്കി, ചില വീടുകളിലൊക്കെ കാണാം ഇങ്ങനെ ഒരു ക്ലോക്ക്, ഇവിടെ ടൈം, ഇവിടുന്ന് താഴോട്ട് ഒരു പെൻഡുലം ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നോക്കി, ഇത് കൃത്യമായിട്ട് ഇടവേളയിൽ മുന്നോട്ടും ബാക്കോട്ടും അല്ലേ ഒഴുകുക, മുന്നോട്ടും ബാക്കോട്ടും അല്ലേ ഒഴുകുക. അപ്പൊ പെൻഡുലം ക്ലോക്ക് ഒരു ഓസിലേറ്ററി മോഷൻ ദോളനത്തിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഊഞ്ഞാലും എക്സാമ്പിൾ ആണ്. അതിൽ നമ്മൾ പിന്നീട് പഠിച്ചത് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈ ദോലനങ്ങൾ എങ്ങനെയാണ് എണ്ണുക എന്നാണ്, എത്ര ദോലനമായി എങ്ങനെ നോക്കാന്നാണ് പറയണത്. ഓക്കെ, ഇതാണ് എന്റെ പെൻഡുലം, ഇതാണ് എന്റെ പെൻഡുലം. പെൻഡുലം ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ എ ആണെന്ന് കരുതിക്കോ. പെൻഡുലം ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ എ ആണ്. ഈ പെൻഡുലത്തെ ഞാൻ എയിൽ നിന്ന് റിലീസ് ചെയ്തു. എയിൽ നിന്ന് റിലീസ് ചെയ്ത പെൻഡുലം എങ്ങോട്ട് പോകും? ബിയിലോട്ട് പോകും. പെൻഡുലം എങ്ങോട്ട് പോകും? ബിയിലോട്ട് പോകും. ബിയിലോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് എയിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോഴാണ് അത് വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷൻ അഥവാ ഒരു ദോലനം കംപ്ലീറ്റ് ആക്കി എന്ന് പറയാ. ഒരു ഓസിലേഷൻ, വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷൻ ഓർ ഒരു ദോലനം കംപ്ലീറ്റ് ആക്കി എന്ന് പറയാ. എവിടുന്ന് തുടങ്ങിയോ അതേ സ്ഥലത്ത് തന്നെ അതേ ദിശയിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോഴാണ് നമ്മൾ ഒരു ദോലനം കംപ്ലീറ്റ് ആക്കി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ പെൻഡുലം ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് എന്താ, എയിലോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും എവിടെ തന്നെ എത്തണം? ബിയിൽ തന്നെ തിരിച്ചെത്തണം. അപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കി എന്ന് പറയാം. എന്നാ വേറൊരു കാര്യം, ഇഫ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഓ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, സെൻട്രലിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ എന്താ നോക്കിയേ, ഇത് എയിലോട്ട്, ഇത് പൊസിഷൻ ബി, ഇത് പൊസിഷൻ എ. ഓയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എയിലേക്ക് പോയി, തിരിച്ച് വീണ്ടും ബിയിലേക്ക് പോയി, വീണ്ടും എങ്ങോട്ട് തന്നെ വരണം? ഓയിൽ തന്നെ വരുമ്പോഴാണ് എന്തെന്ന് പറയാ, അത് ഒരു ദോലനം കംപ്ലീറ്റ് ആക്കി എന്ന് പറയാ. നോക്കിയേ, ഓയിൽ നിന്ന് തുടങ്ങിയിട്ട് എയിലോട്ട് പോയിട്ട് പിന്നെ ബിയിലോട്ട് പോയിട്ട് വീണ്ടും എവിടെ തന്നെ എത്തണം? ഓയിൽ തന്നെ എത്തുമ്പോഴായിരിക്കും അത് ഒരു ദോലനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കി എന്ന് പറയാം. ക്ലിയർ? ഇതാണ് നമുക്ക് ഓസിലേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ആണ് ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നാണ്, അഥവാ ആയതി എന്ന് പറയും. പിന്നീട് നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതല്ലേ എന്റെ പെൻഡുലം, ഇതാണ് എന്റെ പെൻഡുലം, ഇതാണ് എന്റെ പെൻഡുലം. പെൻഡുലത്തിന് ഇതിന് പറഞ്ഞ പേരെന്താണ്? ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതിന് പറഞ്ഞ പേരെന്താ? ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ തുലനസ്ഥാനം, അഥവാ തുലനസ്ഥാനം എന്ന് പറയും. ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ തുലനസ്ഥാനം എന്ന് പറയും. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞു ഓസിലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ, ദോലനം നടത്തി കഴിയുമ്പോൾ ഇത് പൊസിഷൻ എ നിന്ന് എത്തും. ചിലപ്പോൾ അത് എവിടെ എത്തും? പൊസിഷൻ ബിയിലും എത്തും. പൊസിഷൻ എയിലും പൊസിഷൻ ബിയിലും ഒക്കെ എത്തില്ലേ? നോക്കിയേ, ഈ പെൻഡുലം ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു വരാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ഏതോ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ തിരിച്ചു വരില്ലേ? അപ്പൊ നോക്കിയേ, അത് ഏതോ ഒരു മാക്സിമം ഡിസ്റ്റൻസ്, ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അത് സഞ്ചരിച്ച മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ പറഞ്ഞ പേരെന്താണ്? ആംപ്ലിറ്റ്യൂഡ്. മലയാളത്തിൽ അതിനെ ആയതി എന്ന് പറയും. മലയാളത്തിൽ അതിന് പറഞ്ഞ പേരാണ് ആയതി. അപ്പൊ ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. തുലന സ്ഥാനത്തിൽ നിന്ന് ആ വസ്തുവിനുണ്ടായിട്ടുള്ള മാക്സിമം സ്ഥാനാന്തരത്തെ പറഞ്ഞ പേരെന്താണ്? ആംപ്ലിറ്റ്യൂഡ്. അതിന് യൂണിറ്റ് ഉണ്ട്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. അപ്പൊ ഇതാണ് ഇതിൽ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. തുലന സ്ഥാനത്ത് ഒരു വസ്തുക്കളുടെ പരമാവധി സ്ഥാനാന്തരം, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ, അതിനെയാണ് നമ്മൾ ആയതി എന്ന് പറയും. ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, പിന്നീട് അടുത്ത ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള കാര്യം വാട്ട് ഇസ് പീരിയഡ് ആണ്. മലയാളത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ പീരീഡ് തന്നെയായിരിക്കും കാണുക, അഥവാ മലയാളത്തിൽ ആവർത്തന കാലം എന്ന് പറയും. ഇറ്റ് ഇസ് എ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെ പറഞ്ഞ പേരാണ് ഇറ്റ് ഈസ് കോൾഡ് പീരിയഡ്. എന്ന് വെച്ചാൽ എന്താ നോക്കാം. നോക്കിയേ, എന്റെ പെൻഡുലം ഉണ്ട്. ഇവിടെ ബോബ്, ഒരു നൂലിനകത്ത് ഒരു ബോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോവാണ്? ബിയിലോട്ട് പോയി തിരിച്ചു വീണ്ടും എയിലേക്ക് തന്നെ തിരിച്ചെത്താൻ എടുക്കുന്ന സമയത്തെ പറഞ്ഞ പേരാണ് പീരിയഡ്. നോക്കി, എവിടെ തുടങ്ങി? എയിൽ തുടങ്ങി ബിയിലോട്ട് പോയിട്ട് വീണ്ടും എയിൽ തന്നെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്താൻ എടുക്കുന്ന, ഒരു വട്ടം പോയിട്ട് വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തുന്ന സമയത്ത് പറഞ്ഞ പേരാണ് പീരിയഡ് എന്ന് പറയാ. ഇപ്പൊ നോക്കിയേ, എയിൽ നിന്ന് തുടങ്ങി ബിയിലേക്ക് പോയി വീണ്ടും എയിൽ തന്നെ എത്താൻ 5 സെക്കൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ പീരീഡ് എന്താ? 5 സെക്കൻഡ് ആണ്.
ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ടി ആയിരിക്കും. ഇതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആയിരിക്കും. ഇപ്പോ ഓസിലേഷൻ നമ്മുടെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമുണ്ട്. ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, ആകെ സമയം ബൈ ദോലനങ്ങളുടെ എണ്ണം. എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ നിങ്ങളോട് പറയാണ് ഈ പെൻഡുലത്തിന്റെ ഈ പെൻഡുലം 60 സെക്കൻഡ് കൊണ്ട് ഈ പെൻഡുലത്തിന്റെ ഓസിലേഷൻ 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ അഥവാ 30 ദോലനങ്ങൾ നടത്തുന്നു. 30 ഓസിലേഷൻസ് അഥവാ 30 ദോലനങ്ങൾ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ പീരീഡ് എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, ഓക്കെ. പീരീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ടൈം നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? പീരീഡ് ടി ഇസ് ഈക്വൽ ടു ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം ഇവിടെ എത്രയാ? 60 സെക്കൻഡ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്രയാ? 30. അപ്പൊ എനിക്ക് എത്ര കിട്ടും? 2 സെക്കൻഡ്. 60/30 2 സെക്കൻഡ്. ഇവിടുത്തെ പീരീഡ് എത്രയാ? 2 സെക്കൻഡ്. ഇങ്ങനെ എനിക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും, പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്നാണ്. ആവൃത്തിയുടെ യൂണിറ്റ് നമ്മൾ ഹെഡ്സ് എന്നാണ് പറയുക. ആവൃത്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇപ്പോ ദിസ് ഈസ് മൈ പെൻഡുലം, ഇതാണ് എന്റെ പെൻഡുലം എന്ന് കരുതിക്കോ. ഇതാണ് എന്റെ പെൻഡുലം. പെൻഡുലം യൂണിറ്റ് സമയത്തിൽ അഥവാ ഒരു സെക്കൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര തവണ പോകുന്നു എന്നതാണ് ഫ്രീക്വൻസി. നോക്കി, പെൻഡുലം ഇവിടുന്ന് എയിൽ നിന്ന് തുടങ്ങിയിട്ട് ബിയിലേക്ക് പോകുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു എത്ര തവണ, ഒരു സെക്കൻഡിൽ എത്ര തവണ പോകുന്നു, അഥവാ യൂണിറ്റ് സമയത്തിൽ എത്ര തവണ പോകുന്നു എന്നതിന്റെ അളവാണ് എന്ന് പറയാ ആവൃത്തി. നമ്പർ ഓഫ് ഓസിലേഷൻസ് കംപ്ലീറ്റ് ഇൻ 1 സെക്കൻഡ്, അതിനെ പറയുന്ന പേരാണ് ആവൃത്തി. അതിന്റെ യൂണിറ്റ് ഹെഡ്സ് ആണ് യൂണിറ്റ്. അതിൽ 1 കിലോ ഹെഡ്സ് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ പറയാ? 1000 ഹെഡ്സ് എന്നാണ്. 1000 ഹെഡ്സ് എന്നാണ്. അതിനെയാണ് 10⁻³ എന്ന് എഴുതുക. 1 ഇട്ടിട്ട് 3 പൂജ്യം ഇടണമെന്ന്. 1 മെഗാ ഹെഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ? 1 ഇട്ടിട്ട് എത്ര പൂജ്യം ഇടണം? 6 പൂജ്യം ഇടണം. 6 പൂജ്യം ഇടണം. അപ്പൊ 10 ലക്ഷം. അതിനെയാണ് നമ്മൾ 10⁻6 ഹെഡ്സ് എന്ന് പറയാം. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിയേ. ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ ആകെ സമയം, നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ നേരത്തെ അതേ പ്രോബ്ലം തന്നെ എടുത്തു നോക്കുക. നേരത്തെ പറഞ്ഞത് എന്താ? 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ അഥവാ 30 ദോലനങ്ങൾ എന്നാ പറഞ്ഞത്. 30 ദോലന ഓസിലേഷൻ എന്നാ പറഞ്ഞത്. അപ്പോ ഫ്രീക്വൻസിനെ എഫ് എന്ന് പറഞ്ഞ ലെറ്റർ ആയിരിക്കും. എഫ് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ എണ്ണം എത്രയാ? 30 ഡിവൈഡ് ബൈ ആകെ സമയം എത്രയാ? ടോട്ടൽ ടൈം എത്രയാ? 60. ഇത് ചെയ്ത് എനിക്ക് എത്ര കിട്ടും? 1/2 ഹെഡ്സ്. ചെയ്ത് എത്ര കിട്ടും? 1/2 ഹെഡ്സ് കിട്ടും. ഫ്രീക്വൻസി എത്ര കിട്ടും? 1/2. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? ഓക്കെ, അപ്പോ നമുക്കിപ്പോ 2 ഇക്വേഷൻ കിട്ടിയായിരുന്നു. എന്താ? ടൈം പീരീഡ് ടി ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ അഥവാ മലയാളത്തിൽ ആകെ സമയം ഡിവൈഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം. അഥവാ ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു. നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ എന്താ? ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ ആകെ സമയം. സോ നോക്കിയേ, എഫ് എന്ന് പറഞ്ഞ എന്താ? ടീന് തിരിച്ചിട്ടതല്ലേ? ദോലനങ്ങളുടെ എണ്ണം ആകെ സമയം ബൈ ദോലനങ്ങളുടെ എണ്ണമായിരുന്നു. ഇവിടെ എന്തായത്? ദോലനങ്ങളുടെ എണ്ണം ബൈ ആകെ സമയമായി. അപ്പൊ എനിക്ക് എഫ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കൂടെ കിട്ടും. 1/t ചെയ്താലും മതി. ടൈം പീരീഡ് അതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 1/t ചെയ്താൽ മതി. അഥവാ ടി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/f ചെയ്താലും മതി. ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിന്റെ ഉള്ളിലോട്ട് പോകുന്നതോറും പഠിക്കണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഫ്രീക്വൻസി കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും, അഥവാ ടൈം പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് പീരീഡ് ഇൻക്രീസസ് ദെൻ ഫ്രീക്വൻസി ഡിക്രീസസ്. അതായത് ഫ്രീക്വൻസി ടൈം പീരീഡ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ റിലേഷൻ എങ്ങനെയാണ്. അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് എന്താ? വിപരീത അനുപാതത്തിലായിരിക്കും.
ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പൊ നമ്മൾ ഫ്രീക്വൻസി ഓസിലേഷനെ പറ്റിയൊക്കെ പറഞ്ഞ അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓസിലേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റത്തെ പഠിക്കാനുള്ളത് നാച്ചുറൽ ഫ്രീക്വൻസി അഥവാ സ്വാഭാവിക ആവൃത്തി. അതായത് ഒരു ഒബ്ജക്റ്റ് അത് അതിൻ്റെതായ ഫ്രീക്വൻസി തന്നെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വസ്തു സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസി അതിന് എക്സ്റ്റേണൽ ആയിട്ട് ആരും ബാധിച്ചിട്ടൊന്നുമില്ല, അത് സ്വന്തമായിട്ട് ഓസിലേറ്റ് ചെയ്യുവാണ്. അങ്ങനെയാണ് അതിനെ പറയുന്ന പേരാണ് സ്വാഭാവിക ആവൃത്തി. ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താ, എക്സ്റ്റേണൽ ആയിട്ട് അതിന് വൈബ്രേറ്റ് ചെയ്യിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഡെസ്കിന് അതിൻ്റെതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ഞാനൊരു ട്യൂണിംഗ് ഫോർക്ക് അടിച്ചിട്ട് ആ ഡെസ്കിന്റെ പൊക്കത്ത് വെക്കുമ്പോൾ എന്താ, ഡെസ്ക് കുറച്ചുകൂടെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡെസ്ക് കുറച്ചുകൂടെ വൈബ്രേറ്റ് ചെയ്യുന്നത് അത് ഫോഴ്സ്ഡാ. ആ ഡെസ്കിന് വീണ്ടും ഫോഴ്സ് കൊടുത്ത് വൈബ്രേറ്റ് ചെയ്യിക്കുക. അത്തരത്തിലുള്ളതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ട്യൂണിംഗ് ഫോർക്ക് മേശയിൽ വെക്കുമ്പോൾ കമ്പനം ചെയ്യുന്നത് അതിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം റെസൊണൻസ് അഥവാ അനുനാദം എന്ന് പറയുന്നതാണ്. റെസൊണൻസ് അഥവാ അനുനാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി നാച്ചുറൽ ഫ്രീക്വൻസിയും അതിന് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും വൈബ്രേഷന്റെ ഫ്രീക്വൻസി സെയിം ആവുന്നതിനെ പറയുന്ന പേരാണ് അനുനാദം അഥവാ റെസൊണൻസ്. അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഫോഴ്സ്ഡ് ഫ്രീക്വൻസി, രണ്ടും കൂടെ സെയിം ആവുമ്പോൾ അപ്പൊ അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലേക്ക്, കൂടുതൽ സ്ഥാനാന്തരത്തിലേക്ക് അത് പോകും. അപ്പോൾ അതാണ് ഈ റെസൊണൻസ് എന്ന് പറയുക. ഇത് റേഡിയോ ട്യൂണിങ്ങില്, MRI സ്കാനിങ്ങില്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, സ്റ്റെതസ്കോപ്പിലൊക്കെ ഈ ഐഡിയ ഉപയോഗിക്കുന്നുണ്ട്. അനുനാദത്തിന്റെ അഥവാ റെസൊണൻസിന്റെ ഐഡിയ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓസിലേഷനിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് വേവ് മോഷൻ. അപ്പോൾ എന്താണ് വേവ് മോഷൻ? എന്താണ് വേവ് മോഷൻ അഥവാ മലയാളത്തിൽ തരംഗ ചലനം എന്ന് പറയും. ഓക്കെ, ഓസിലേഷനും വേവ് മോഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ശ്രദ്ധിച്ചേ, ഇവിടെ കുറെ പാർട്ടിക്കിൾ ഉണ്ടെന്ന് കരുതിക്കോ, കുറെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ടിക്കിളുകൾ ഉണ്ടെന്ന് കരുതി. അതിനു മുന്നേ വേവ് മോഷന് ഏറ്റവും നല്ല എക്സാമ്പിൾ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? വെള്ളത്തിൽ കല്ലിടുമ്പോ വേവ്സ് ഉണ്ടാവുന്നില്ല, ഓസിലേഷൻസ് ഉണ്ട്, വേവ്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരു ഭിത്തിക്കറ്റത്ത് കയറ് കെട്ടുക, ഒരു കയറ് കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കയറ് കെട്ടിന്ന് കരുതിക്കോ, ഞാൻ ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെന്താവും, അതിങ്ങനെ വേവ് ആയിട്ട് സഞ്ചരിക്കില്ലേ? ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് വേവ് മോഷൻ. നമുക്ക് കണ്ട് ശീലിച്ചിട്ടുള്ള വേവ് മോഷൻസ് ഇതൊക്കെയാണ്. സോ നോക്കി, വേവ് മോഷനും ഓസിലേഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ വെള്ളത്തിന്റെ കേസ് പറഞ്ഞു. വാട്ടറിൽ ഉണ്ടാവുന്ന കല്ലിട്ട് കഴിയുമ്പോൾ നല്ല സൈലന്റ് ആയിട്ടിരിക്കുന്ന വാട്ടറിലേക്ക് കല്ലിട്ട് കഴിയുമ്പോൾ അതിനെന്താ സംഭവിക്കുക? ക്രിയേറ്റ് വേവ്സ്. അതെന്ത് ക്രിയേറ്റ് ചെയ്യും? വേവ്സ് ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. നോക്കിയേ, ഇത് വാട്ടറിലെ പാർട്ടിക്കിൾസ് ആണെന്ന് പറയാം, വാട്ടർ മോളിക്യൂൾസ് ആണെന്ന് കരുതിക്കോ. ഓക്കെ, ഇവ തമ്മിൽ എന്തായാലും ബോണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം. ഇവ തമ്മിലൊരു ബോണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം. എനി കൈൻഡ് ഓഫ് ബോണ്ടും ആയിക്കോട്ടെ. നോക്കിയേ, ഈ പാർട്ടിക്കിൾ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാണ്, മുന്നോട്ടും ബാക്കോട്ടും റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ മൂവ് ചെയ്യാം. ഈ ഡിസ്റ്റർബൻസ് ആരെയും സ്വാധീനിക്കും? ഇയാളെ സ്വാധീനിക്കും, അത് ഇയാളെയും സ്വാധീനിക്കും. കുറച്ചുകൂടെ ഡീറ്റെയിൽ വേഷൻ ഉണ്ട്, ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. നോക്കി, ഇങ്ങനെയാണ് വേവ് ഉണ്ടാവുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയി ഒരു പാർട്ടിക്കിളിനുണ്ടാവുന്ന ഓസിലേഷൻ തൊട്ടടുത്ത പാർട്ടിക്കിളിലേക്ക് കൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് വേവ് മോഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ നോക്കി, വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ, കുറെ പാർട്ടിക്കിൾ ഓസിലേറ്ററി മോഷൻ നടത്തുവാണ്. ഓക്കെ, പക്ഷേ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഡെഫിനിഷൻ കൂടെ ഉണ്ട്. ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാണ്. ബട്ട് ഡു നോട്ട് മൂവ് ഫ്രം ദയർ പൊസിഷൻ. അതിന്റെ പൊസിഷനിൽ നിന്ന് മാറുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മുടെ കയറ് ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിള് ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നൊന്നുമില്ല. ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഡിസ്റ്റർബൻസ് അടുത്ത ആൾക്ക് കൊടുത്ത് അത് അടുത്ത ആൾക്ക് കൊടുക്കുന്നു, അങ്ങനെ ഓരോരുത്തർക്കും ആ ഡിസ്റ്റർബൻസ് കൈമാറ്റം ചെയ്യണം. നല്ല എക്സാമ്പിൾ എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോ ചില ക്യൂ ഒക്കെ നിന്ന് കഴിയുമ്പോഴേ, അല്ല വേണ്ട, ചില ബൈക്കുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ബൈക്കുകൾ ഇങ്ങനെ അടുത്തടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കരുതിക്കോ. ഈ ബൈക്ക് ഇങ്ങോട്ട് മറിഞ്ഞു വീണു, അത് ഇയാളെ തട്ടും, ഇതിൽ തട്ടി ഇവിടം വരെ ആ എഫക്ട് എത്തില്ലേ? ഇവിടെ ഈ ബൈക്ക് ഇങ്ങോട്ട് പോയിട്ടാണ് ഇപ്പുറത്തെ രണ്ടാമത്തെ ബൈക്കിനെ മറച്ചേക്കണേ. എയിൽ നിന്ന് എ എന്ന് പറഞ്ഞ ബൈക്ക് വീണു, അത് അടുത്തടുത്തുള്ള ഓരോ ബൈക്കിന് തട്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ എ നേരിട്ട് പോയിട്ടല്ല ബീനെ മറച്ചേക്കണേ. അപ്പൊ ഡിസ്റ്റർബൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ട്രാവൽ ചെയ്യുള്ളൂ. സോ അതാണ് വേവ് മോഷൻ. ഇപ്പൊ പാർട്ടിക്കിളിന്റെ മോഷൻ ഇല്ലാതെ
എനർജി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് നോക്കി. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ടാണ് ഇവിടെ വേവ് ഉണ്ടാവണേ? അല്ല. ഈ പാർട്ടിക്കിൾ എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ടല്ല ഇവിടെ വേവ് ഉണ്ടാവണേ. എ അവിടെ തന്നെ നിൽക്കുവാണ്. ഇപ്പൊ എ മൂവ് ചെയ്യുന്നില്ല. ആ ഡിസ്റ്റർബൻസ്, ആ എനർജിയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പൊ രണ്ടു തരം വേവ് ഉണ്ട്. മെക്കാനിക്കൽ വേവും ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവും ഉണ്ട്. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത് റിക്വയർ എ മീഡിയം ടു പ്രൊപ്പഗേറ്റ്. അത്തരത്തിലുള്ള വേവ്സിന് സഞ്ചരിക്കാൻ മീഡിയം വേണം, മാധ്യമം വേണം. ഫോർ എക്സാമ്പിൾ, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ആൾക്ക് കേൾക്കുക എന്ന് വെച്ചാൽ എന്താ? എൻ്റെ അടുത്ത ആൾക്ക് കേൾക്കുന്ന എങ്ങനെ? എയറിലൂടെ ആ ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്യും. അവിടെ എയർ ആണ് മീഡിയം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എയറിലെ പ്രഷറിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആളിലേക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ കാരണമാകുന്നത്. അപ്പൊ അവിടെ മീഡിയം എയർ ആണ്. ഇപ്പൊ നോക്കിയേ, എൻ്റെ വാട്ടറിന്റെ കേസിൽ നോക്കി, ഇവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് ആരാ? ഇവിടെ വാട്ടർ മോളിക്യൂൾസ് ഉള്ളത് കൊണ്ടാണ്. ഇവിടെ വാട്ടർ ആണ് അവിടുത്തെ മീഡിയം. ഇവിടെ നോക്കി, ഇവിടുത്തെ സ്ട്രിങ്ങിലാണ് ഡിസ്റ്റർബൻസ് ഉണ്ട്. അവിടെ സ്ട്രിങ് ഉണ്ട്, സോ മീഡിയം ഉണ്ട്. സോ മീഡിയം വേണ്ട വേവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സഞ്ചരിക്കാൻ മീഡിയം വേണ്ടത് നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ അഥവാ മെക്കാനിക്കൽ വേവ്. എക്സാമ്പിൾ സൗണ്ട്, സിസ്മിക് വേവ്. സിസ്മിക് വേവ് എന്താന്ന് പറയാം. അടുത്തതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, വൈദ്യുതകാന്തിക തരംഗങ്ങൾ. അതിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, വിസിബിള് തുടങ്ങിയ റേഡിയേഷൻസ് എന്ത് വേണ്ട? മീഡിയം വേണ്ട. മീഡിയം ഇല്ലാതെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കും. അത്തരത്തിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്ന് പറയാ. ഡു നോട്ട് നീഡ് എ മീഡിയം, ട്രാവൽ ത്രൂ വാക്വം, ലൈറ്റ്, റേഡിയോ വേവ്, എക്സ്റേ, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് തുടങ്ങിയവയ്ക്ക് ഇതിന് എക്സാമ്പിളുകളാണ്. ഓക്കെ. അപ്പോ പിന്നെ അനദർ കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് വേവിന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നടത്തിയിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, പാർട്ടിക്കിൾ വൈബ്രേറ്റ് പാരലൽ ടു ദ വേവ് പ്രൊപ്പഗേഷൻ. എന്ന് വെച്ചാൽ എന്താ നോക്കിയേ, ഇതിപ്പോ എയറിൽ ഇങ്ങനെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കരുതി. എയറിൽ ഇങ്ങനെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനും പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും എന്ത് തന്നെയാ? സെയിം തന്നെയായിരിക്കും. പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നതും വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനും എന്താ? സെയിം ആയിരിക്കും. ഇപ്പൊ കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുക. അവിടെ എന്ന് വെച്ചാൽ എന്താ? പാർട്ടിക്കിളുകൾ അടുത്തടുത്ത് വരും, പിന്നെ അകന്നു പോവും, പിന്നെ അടുത്തടുത്ത് വരും, പിന്നെ അടുത്തടുത്ത് വരും, പിന്നെ അകന്നു പോവും, പിന്നെ അടുത്തടുത്ത് വരും, പിന്നെ അകന്നു പോവും, പിന്നെ അടുത്തടുത്ത് വരും, പിന്നെ അകന്നു പോവും. ഈ ഡെൻസിറ്റി കൂടിയ ഭാഗത്തെ കംപ്രസ്ഡ് റീജിയൻ എന്ന് പറയും. കംപ്രസ്ഡ് ആണ്, അവിടെ കംപ്രഷൻ ആണ്. ഇത് റെയർ ഫ്രാക്ഷൻ ആണ്. കംപ്രഷനും റെയർ ഫ്രാക്ഷനും ആണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ കംപ്രഷൻ, റെയർ, എക്സാമ്പിൾ സൗണ്ട് വേവ്. സൗണ്ട് സഞ്ചരിക്കുന്നത്, ഇപ്പൊ സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സൗണ്ട് എന്ന് പറയുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. കംപ്രഷനും റെയർ ഫ്രാക്ഷനും നടത്തിയായിട്ട് സംഭവിക്കുക. അടുത്തത് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ. എന്താ? പാർട്ടിക്കിൾ വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ വേവ് പ്രൊപ്പഗേഷൻ. തരംഗ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്നു. വെള്ളത്തിൽ കല്ലിട്ടപ്പോൾ നോക്കിയേ, ഇവിടെ പാർട്ടിക്കിൾ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും ഓസിലേറ്റ് ചെയ്യുക, പക്ഷെ വേവ് ട്രാവൽ ചെയ്യുന്ന ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾ മുകളോട്ടും താഴോട്ടും, വേവ് ട്രാവൽ ചെയ്യുന്ന ഇങ്ങോട്ടും. അപ്പൊ എത്ര? 90 ഡിഗ്രിയാ. അവ തമ്മിൽ എന്താ? വേവ് ട്രാവൽ ചെയ്യുന്നത് പാർട്ടിക്കിളിന്റെ ഓസിലേഷൻ തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അത്തരത്തിലാണ് ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ. ക്രസ്റ്റും ട്രഫും ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താ? ഈ ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഭാഗത്ത് ഇതിനെ ക്രസ്റ്റ് എന്ന് പറയും. ഈ താഴ്ഭാഗത്ത് നമ്മൾ എന്താ പറയുന്ന പേരെന്താ? ട്രഫ്. ഇത് നമ്മൾ പറയുന്ന പേരാണ് ട്രഫ്. ക്രസ്റ്റും ട്രഫും അതിന് പറയുന്ന പേരാണ് ക്രസ്റ്റും ട്രഫും. അങ്ങനെ ഇരിക്കും. അവിടെ റെയർ ഫ്രാക്ഷൻ, കംപ്രഷൻ, ഇവിടെ ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഇവിടെ പെർപെൻഡിക്കുലർ ആണ്, അവിടെ പാരലൽ ആണ്. എക്സാമ്പിള് പ്രകാശം അഥവാ ലൈറ്റ്, വാട്ടർ സർഫസ് വേവ്സ്, വാട്ടറിൽ ഉണ്ടാവുന്ന വേവ്സ്. ഞാൻ ആ കയർ ഓസിലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന വേവ്സ്. ലൈറ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എല്ലാം ട്രാൻസ്വേഴ്സ് വേവാ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എല്ലാം ട്രാൻസ്വേഴ്സ് വേവ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ശ്രദ്ധിക്കണം. ഓക്കെ. അടുത്തത് വേവ്സിൽ കുറച്ച് പ്രധാനപ്പെട്ട ടേംസ് ആണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഫസ്റ്റത്തെയാണ് നമ്മുടെ തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്ന് പറയാം. എന്താ വേവ് ലെങ്ത്? നോക്കിയേ, നോക്കിയോ. ഇതാണ് എന്റെ വേവ് എന്ന് കരുതിക്കോ, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് കരുതിക്കോ. ഇത് ഇതിന്റെ ക്രസ്റ്റ് അല്ല. ഈ രണ്ട് ക്രസ്റ്റ്, അടുത്തടുത്ത ക്രസ്റ്റുകളിലുള്ള തമ്മിലുള്ള ദൂരത്തെ നമുക്ക് വിളിക്കുന്ന പേരാണ് വേവ് ലെങ്ത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ലാംഡയാണ്. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾ സെയിം ഫേസ് എന്ന് വെച്ചാൽ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ളത്, അല്ലെങ്കിൽ എന്ത് പറയാ, രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരത്തെയും എനിക്ക് എന്തെന്ന് പറയാ?
എന്തെന്ന് പറയാം? ഇറ്റ്സ് വേവ് ലെങ്ത് എന്ന് പറയാം. ഇറ്റ്സ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ എം. ഇനി നോക്കിയേ, ഇതിന് സ്പീഡ് ഓഫ് സൗണ്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് അതിന്റെ ഇക്വേഷൻ ആണ്. ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്, ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത് ആണ്. അപ്പൊ വെലോസിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി അഥവാ സ്പീഡ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ അറിഞ്ഞിരിക്കും. പിന്നെ അറിയേണ്ടത് ഫ്രീക്വൻസി വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അത് നോക്കിയാൽ തന്നെ അറിഞ്ഞൂടെ? നമുക്ക് എങ്ങനെ നോക്കി? വി സീക്വൽ ടു എഫ് ലാംഡ നമ്മൾ പഠിച്ചേ. അതായത് എഫ് സീക്വൽ ടു എങ്ങനെ എഴുതാം? വി ബൈ ലാംഡ എന്ന് എഴുതി. ലാംഡ കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, ലാംഡ കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഈ വേവ് ലെങ്ത് എന്താണ്? അവ തമ്മിലുള്ള റിലേഷൻ, ഈ റിലേഷനും അറിഞ്ഞു വെക്കണം. ഓക്കെ. നെക്സ്റ്റ് റിഫ്ലക്ഷൻ, എക്കോ, റിവൈബ്രേഷൻ, പ്രതിഫലനം, പ്രതിധ്വനി, അനുരണനം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ എന്താണ് റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം? എന്താ പ്രതിഫലനം? ഉപരിതലങ്ങളിൽ തട്ടി ശബ്ദം തിരിച്ചു വരുന്ന പ്രതിഭാസം. മിനുസമുള്ള തരം നന്നായി പ്രതിഫലിക്കുന്നു. ദ സൗണ്ട് ബൗൺസസ് ഓഫ് സർഫസ്, സ്മൂത്ത് സർഫസ് റിഫ്ലക്സ് ബെറ്റർ. അതായത് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ സ്മൂത്ത് സർഫസിൽ തട്ടി സൗണ്ട് വീണ്ടും തിരിച്ചു വരും, സൗണ്ട് വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരും. അതിന് പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. ഓക്കെ. ഇപ്പൊ ഞാൻ സംസാരിക്കുവാണ്, എന്റെ സൗണ്ട് വേവ്സ് ഇവിടെ തട്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്? റിഫ്ലക്ട് ചെയ്യുവാണ്. ഇങ്ങോട്ട് പോയത് വീണ്ടും എന്ത് ചെയ്യണം? റിഫ്ലക്ട് ചെയ്യുവാണ്. അതാണ് പ്രതിഫലനം. ഇനി പ്രതിധ്വനി എന്താ? പ്രതിഫലിച്ചു വരുന്ന ശബ്ദം അതിന് പറയുന്ന പേരാണ് എന്ത്? പ്രതിധ്വനി എന്ന് പറയാ. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ ശ്രവണ സ്ഥിരതയാണ്, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എത്ര ടൈം നമ്മുടെ ചെവിയിൽ നിൽക്കും എന്നാണ് പറയണത്. അതായത് 1/10 സെക്കൻഡ് ശബ്ദം നമ്മുടെ ചെവിയിൽ നിൽക്കും. ഇതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് അഥവാ ശ്രവണ സ്ഥിരത എന്ന് പറയാ. പിന്നെ അടുത്തത് അനുരണനം അഥവാ റിവബറേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒന്നിലധികം പ്രതിഫലനങ്ങൾ മൂലം ശബ്ദം തങ്ങി നിൽക്കൽ. അതായത് മൾട്ടിപ്പിൾ വൈബ്രേഷൻ നടക്കുകയാണ്. അതായത് ഈ ശബ്ദം, ഈ റൂമിൽ ഞാൻ ഉണ്ടാക്കുന്ന ശബ്ദം എന്താ സംഭവിക്കുക? ഈ ഭിത്തികളിൽ തട്ടിയിട്ട് വീണ്ടും വീണ്ടും തട്ടിത്തെറിച്ചു വരികയാണ്. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുകയാണ് സൗണ്ടിന്. ഇതിന് പറയുന്ന പേരാണ് റിവൈബ്രേഷൻ എന്ന് പറയാം. അപ്പൊ ഈ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ്. ഇൻഫ്രാസോണിക്, ഹ്യൂമൻ റേഞ്ച്, അൾട്രാസോണിക് അഥവാ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള ശബ്ദമായിരിക്കും. അതിനു മുകളിലോട്ടോ താഴോട്ടോ ഉള്ള ശബ്ദം ഒരു മനുഷ്യനും കേൾക്കാൻ കഴിയില്ല. അഥവാ 20,000 ഹെഡ്സിന് നമുക്ക് 20 കിലോ ഹെഡ്സ് എന്നും കൂടെ പറയും കേട്ടോ. ഇപ്പൊ 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള ശബ്ദമായിരിക്കും നമ്മൾ കേൾക്കുക. ഇപ്പൊ 20 ഹെഡ്സിന് താഴെയുള്ള ശബ്ദങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക്. 20 ഹെഡ്സിന് താഴെയുള്ളത് ഇൻഫ്രാസോണിക്. എലിഫന്റ്സ്, ഡോഗ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുക ഇത്തരത്തിലുള്ള ശബ്ദങ്ങളായിരിക്കും. ഇനി 20,000 ഹെഡ്സിന് മുകളിൽ നമ്മൾ അൾട്രാസോണിക് എന്ന് പറയും. 20,000 ഹെഡ്സിന് മുകളിലുള്ളത് ബാറ്റ്സിന്റെ, വവ്വാൽസിന്റെ നേവിഗേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവര് അൾട്രാസോണിക് ആണ്. അപ്പൊ അൾട്രാസോണിക് വേവ്സിന്റെ ഉപയോഗങ്ങൾ നോക്കിയേ. മെഡിസിൻ ഫീൽഡില് കിഡ്നി സ്റ്റോൺ കളയാന്, ഫിസിയോതെറാപ്പിയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ആയിരിക്കും. അപ്പോൾ ഇൻഫ്രാസോണിക് എന്താണ്, ഓഡിബിൾ റേഞ്ച് എന്താണ്, അൾട്രാസോണിക് എന്താണ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ പരീക്ഷയ്ക്ക്. ഓക്കെ. ഇനി നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള പലതരം വേവ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതിലൊന്ന് ഭൂകമ്പ തരംഗങ്ങൾ അഥവാ സീസ്മിക് വേവ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എന്താ? എർത്തിനടിയിലെ പ്ലേറ്റ്സിൽ ഉണ്ടാവുന്ന ചലനം മൂലം ഉണ്ടാവുന്നതാണ് ഈ ഭൂകമ്പം എന്ന് പറയുക. അപ്പൊ ജപ്പാനിലൊക്കെ നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടാവും ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നതിനെ പറ്റി. അതായത് ഭൂമിക്കടിയിലെ പ്ലേറ്റ്സിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ്സ് എർത്തിന്റെ സർഫസിലും വേവ്സ് ഉണ്ടാക്കും. അത്തരത്തിലുള്ള തന്നെ പറഞ്ഞ പേരാണ് സീസ്മിക് വേവ്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ സീസ്മോളജി എന്ന് പറയുക. ഭൂകമ്പങ്ങളെ പറ്റിയുള്ള പഠനമാണ് സീസ്മോളജി എന്ന് പറയുക. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കടലിനടിയിൽ ഉണ്ടാവുന്ന ഈ ഭൂകമ്പങ്ങൾ കാരണം, അപ്പൊ ഭൂകമ്പം എന്താന്ന് പറഞ്ഞ് ഭൂമിക്കടിയിലെ പ്ലേറ്റ്സിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പറഞ്ഞ പേരെന്താ? അതിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പറഞ്ഞതാണ് സീസ്മോളജി. ഇപ്പൊ കടലിനടിയിൽ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ തിരമാലകൾ ഉണ്ടാക്കും. അതിനെ പറഞ്ഞ പേരാണ് സുനാമി എന്ന് പറയാം. അതിനെ പറഞ്ഞ പേരാണ് സുനാമി. സുനാമി മെഷർ ചെയ്യുന്ന സ്കെയിലിനെ പറഞ്ഞ പേരാണ് റിക്ടർ സ്കെയിൽ. അത് കൃത്യമായിട്ട് നോക്കണം. റിക്ടർ സ്കെയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സുനാമിക്ക് കാരണമാവുന്നത് സുനാമി, സീസ്മിക് വേവ്സ്, എർത്ത് ക്വിക്സ് ഒക്കെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? റിക്ടർ സ്കെയിൽ ആണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് നോക്കുക.
ഓക്കെ, ഇത് കണ്ടോ, കടൽ തിരമാലകൾ ഉയർന്നു പൊന്തണത് മീറ്ററുകളോളം ഉയരും ഈ കടലിനടിയിലെ ഭൂകമ്പങ്ങൾ കാരണം ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങൾ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് അറിയാനുള്ളത്. കൃത്യമായിട്ട് ഈ റിവിഷൻ ക്ലാസ് കൃത്യമായിട്ട് കേട്ടതിന് ശേഷം കൃത്യമായിട്ട് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.